അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ മക്കളെ, ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇന്ന് ഡോക്യുമെൻ്റ് കയ്യിലുണ്ടാകണമെന്ന്. മാസത്തിലൊരിക്കൽ ഇന്ന് വെളുപ്പിൽ എഴുന്നേറ്റപ്പോൾ കർത്താവ് പറഞ്ഞാൽ നിൻ്റെ ഒരു പ്രാർത്ഥന ഡോക്യുമെൻ്റ് വെച്ചാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന്. കർത്താവ് നമുക്ക് നൽകിയ ഒരു വലിയൊരു അനുഗ്രഹമാണത്. എന്നെ അച്ഛൻ കാണാൻ വരുന്നവരും ഡോക്യുമെൻറ്റും കൊണ്ടല്ലേ വരണത്. എൻ്റെ മക്കൾ ഡോക്യുമെൻ്റ് എല്ലാം കയ്യിലെടുക്കുക. അവിടെ എല്ലാം വിശുദ്ധമായ രക്തം, കർത്താവിൻ്റെ ആത്മീയ രക്തം തളിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതുമേലുള്ള തടസ്സങ്ങളില്ലേ, അത് കൈമാറുന്ന വ്യക്തിയിൽ തടസ്സങ്ങളുണ്ടാകാം, നമുക്ക് കൈമാറാൻ വേണ്ടിയുള്ള തടസ്സങ്ങളുണ്ടാകാം, സാമ്പത്തിക തടസ്സങ്ങളുണ്ടാകാം, ചിലപ്പോൾ നിയമപരമായ തടസ്സങ്ങളുണ്ടാകാം. വാട്ട് എവർ മേ ബി ദ ഹിൻഡറൻസ്, അതിന്മേലെല്ലാം കർത്താവിൻ്റെ അധികാരം പ്രവർത്തിക്കാൻ പോകുന്ന അമകന്യാസം വരെ നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. കർത്താവേ, അങ്ങനെ മക്കൾ ആദരവോടെ രേഖകളും പിടിച്ചുകൊണ്ട് മുട്ടയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോ കർത്താവേ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്,
നിൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ കൃപ കൊണ്ടാണെന്ന് അരുളി ചെയ്ത കർത്താവിൻ്റെ അതേ വചനങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങയുടെ മക്കളുടെ ശിരസ്സിലും ആ രേഖകളിലും ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിപ്പഴ പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി ഈ വ്യക്തികളിലേക്ക് ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ അവരിന്ന് കടന്നു പോകുന്ന വ്യക്തികളുടെ കൂടെ, എമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ നിങ്ങൾ നടന്നു പോയതുപോലെ കർത്താവ് ഈ മക്കളുടെ കൂടെ നടന്നു പോകാൻ ഞാൻ ഈ കുഞ്ഞുങ്ങളെ, ഈ മക്കളെ നിന്നെ ഏൽപ്പിക്കുന്നു. കർത്താവെ, സമാധാനമില്ലാത്ത കുടുംബങ്ങളെ കേൾക്കുമ്പോൾ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല ഈശോയെ. വിശ്വാസമില്ലാത്ത മക്കൾ, പ്രാർത്ഥിക്കാത്ത മക്കൾ, പ്രാർത്ഥന കുറഞ്ഞിട്ടുള്ള ഇടങ്ങൾ എല്ലാം പരിശുദ്ധ ദേവമാതാവിനെ ഏൽപ്പിക്കുന്നു. ഈശോ അവരെ അങ്ങ് സന്ദർശിക്കണേ, അടയാളം നൽകണേ കർത്താവേ. Lord Jesus Christ, pour out His Spirit, touch with a fire finger, suck with the precious blood, authority of the Catholic Church, power of Jesus Christ, merit to assemble holy priesthood. I bless and hallow your documents and you yourself. Thank you. Thank you, Jesus. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഫ്രാൻസിലെ ധ്യാനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഫ്രാൻസിൽ നിന്ന് പിന്നീട് ധ്യാനയാത്ര നടത്തിയത് റോമിലേക്കാണ്. റോമയിലെ നമ്മുടെ വത്തിക്കാൻ സെൻറ്റ് പീറ്റേഴ്സ് ദേവാലയത്തിൻ്റെ 1 കിലോമീറ്റർ ഇപ്പുറത്ത് ഒരു വാക്കബിൾ ഡിസ്റ്റൻസാണ്, 1.6 കിലോമീറ്റേഴ്സ്. അവിടെ സാൻ ജിയോവാനി ബാപ്റ്റിസ്റ്റ എന്നും പറഞ്ഞൊരു വലിയ ബസിലിക്കയുണ്ട്. അവിടെയാണ് ഈ ഉടമ്പടി ധ്യാനം നടത്തിയത്. ഫ്രാൻസിനേക്കാൾ എന്നെ ഞെട്ടിച്ചത് റോമാണെന്ന് തോന്നുന്നത്. എന്നുവെച്ചാൽ ഫ്രാൻസിൽ നമ്മൾ അവിടെ താമസിച്ച് ധ്യാനിക്കുകയല്ലേ 6 ദിവസം, അപ്പോൾ അതിന് ആൾ കുറവായിരുന്നു. റോമിൽ 1 ഡേ റിട്രീറ്റായിരുന്നു. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ 1000-ലധികം ആൾക്കാരാണ് എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ആ ബാപ്റ്റിസ്റ്റ് ദേവാലയം നിറഞ്ഞ് കവിഞ്ഞ്. ഞാനെല്ലാവരെയും കണ്ട്, ശരിക്കും ഈ 1000 പേരെയും കണ്ടിട്ടാണ് പോകുന്നത്, കണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. ഉടമ്പടി ധ്യാനം നടത്തി. അതെല്ലാം മാതാവ് കറക്റ്റ്, ഈ മാതാവ് കൃപാശ്രമം അമ്മ ടൈമിൻ്റെ ആളല്ല, സമയത്തിൻ്റെ കൃത്യം 5:30 ധ്യാനം നിർത്തി ഞങ്ങൾ പുറത്തിറങ്ങി എല്ലാവരെയും കണ്ട്. അപ്പോൾ എന്താ ഞാൻ ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ധ്യാനം അവിടെ സംഘടിപ്പിക്കുന്നത് എന്നെ സഹായിച്ചത് അവിടുത്തെ കൃപാസനം ഗ്രൂപ്പുകളാണ്. റോമിൽ 2 സൂപ്പർ കൃപാസനം ഗ്രൂപ്പുകളുണ്ട്, 10, 100 അംഗങ്ങളുള്ള. അവരെല്ലാ ദിവസവും രാത്രി മധ്യസ്ഥ പ്രാർത്ഥന നടത്തും. നമ്മുടെ കൃപാസനത്തിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന അസിസ്റ്റൻ്റ് അച്ഛൻ ക്ലിൻ്റൺ അച്ഛൻ അവിടെ ഉണ്ട്. അച്ഛനെ ഗ്രൂപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പോൾ സണ്ണി അച്ഛനുണ്ട്. പോൾ അച്ഛനാണ് ഇതിൻ്റെ ഓർഗനൈസറായിരുന്നത്. അവരെല്ലാം ഞാൻ ഇപ്പോൾ നന്ദിയോടെ ഓർക്കുകയാണ്. ഈ പള്ളിയുടെ വികാരി പോൾ സണ്ണി അച്ഛനാണ്. ചെറിയച്ഛനുണ്ട്. പിന്നെ നമ്മുടെ ഇടവകയിൽ എൻ്റെ ഏറ്റവും അടുത്ത ആത്മബന്ധത്തിലുള്ള സോണി പനക്കരച്ചൻ. ഇപ്പോൾ ഇവർ എല്ലാവരും ഈ ധ്യാനത്തിൽ എന്നെ സഹായിക്കാൻ വേണ്ടി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഫ്രാൻസ് തൊട്ട് റോം വരെ പ്രാർത്ഥിച്ച് പോകുമ്പോൾ നമുക്ക് കർത്താവ് നമ്മൾ സംസാരിക്കുന്ന ചില കാര്യങ്ങളിൽ ഒന്നും ഇതായിരുന്നു. സ്പിരിച്വാലിറ്റിയിൽ, ആധ്യാത്മികയിൽ ദൈവമായിട്ടുള്ള ബന്ധത്തെ വളരണമെങ്കിൽ നമുക്ക് ജെന്യുവിനിറ്റിയാണ് ഫസ്റ്റ്. ജെന്യുവിനിറ്റിക്ക് പല മലയാളമുണ്ട്. കലർപ്പില്ലാത്ത, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടില്ലേ, എന്താണ് ഇതാ ഒരു കലർപ്പില്ലാത്ത ഇസ്രയേലിയൻ. അത് തന്നെ സാധനം. നഥാനിയേൽ തൻ്റെ അടുത്തേക്ക് വന്നത് കണ്ടിട്ട് ഈശോ പറഞ്ഞു, ദിസ് ഈസ് എ ജെനുവിൻ ഇസ്രായേൽസ്, ഇൻ ഹിം ദെയർ ഈസ് നോ ഹിപ്പോക്രസി. ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ ബൈബിൾ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ എന്തുകൊണ്ടാണ് ഇതിൻ്റെ ആത്മീയ വളർച്ചയുടെ മർമ്മമാണ് ജെനുവിനിറ്റി എന്ന് പറയുന്നത്. ബൈബിൾ മുഴുവൻ നോക്കിയാൽ ഈശോ ആദ്യം പറഞ്ഞത് എന്താണ്? ഫസ്റ്റ്. ഇപ്പം ഉടമ്പടി എന്ന് പറയണത് എന്താ ശരിക്കും പറഞ്ഞാൽ? കൃപാസനം നടക്കുന്ന മരിയൻ ഉടമ്പടി എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുക. അപ്പം അവൻ പറഞ്ഞത് എന്താണ്? ആദ്യം പറഞ്ഞത് എന്താ? അവൻ അനുതപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഇത് ആദ്യം പറഞ്ഞതല്ല, അവൻ കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. മർക്കോസ് 1:15
അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അനുതപിച്ച് സുവിശേഷം. ഇതാണ് ആദ്യം പറഞ്ഞത്. ഇറ്റ് ഈസ് ഹിസ് പ്രയോറിറ്റി. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് പ്രയോറിറ്റി എന്താണ്? അനുതാപമാണ്. ഉടമ്പടിയുടെയും പ്രയോറിറ്റി എന്താ? അനുതാപമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനുതാപത്തിൻ്റെ മേഖലകളെ പിന്നെ അനാവരണം ചെയ്യണതായിരുന്നു ഈശോയുടെ സുവിശേഷം. ഈശോയുടെ സുവിശേഷ യാത്രയുടെ സംഭവം എന്താണ്? അവൻ ആദ്യം പറഞ്ഞ അനുതപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക എന്ന് പറഞ്ഞ മർക്കോസിൻ്റെ 1:15 പ്രായോഗിക ആപ്ലിക്കേഷൻ ലെവലാണ് പിന്നീട് അനുതപിക്കുക, എന്തെല്ലാം കാര്യത്തിൽ അനുതപിക്കണം എന്ന് പറഞ്ഞതിന് ശേഷമാണ് അനുതപിക്കേണ്ട ഒരു മേഖലയിലേക്കാണ് പിന്നീട് അവൻ വരണത്. എന്താണ്? മൂന്നാമത്തെ വ്യക്തിയായിട്ട്, ആദ്യത്തെ വ്യക്തിയായിട്ട് കാണുന്നത് ജോൺ ദി ബാപ്റ്റിസ്റ്റ് അല്ലേ? യോഹന്നാൻ്റെ സുവിശേഷം പരിശോധിക്കുമ്പോൾ ആദ്യത്തെ വ്യക്തി ആരാണ്? ഈശോ യോഹന്നാൻ പരിചയപ്പെടുത്തുന്ന വ്യക്തി ജോൺ ദി ബാപ്റ്റിസ്റ്റ്. രണ്ടാമത്തെ ലേഖനത്തിൽ യോഹന്നാൻ ശ്ലീഹ വെളിപ്പെടുത്തുന്ന രണ്ടാമത്തെ പേഴ്സൺ ബ്ലെസ്ഡ് വെർജിൻ മേരി, മദറാണ്, അമ്മയാണ്. മൂന്നാമത് പരിചയപ്പെടുത്തുന്ന വ്യക്തിയാണ് നാഥാനിയേൽ. നാഥാനിയേലിലേക്ക് വരുമ്പോൾ തൊട്ട് അനുതാപത്തിൻ്റെ ക്ലാസ്സുകൾ ഈശോ ആരംഭിക്കാൻ തുടങ്ങും. എന്താണ്? നാഥാനിയേൽ, ഇതാ ഹിയർ കംസ് എ ജെന്യുവിൻ ഇസ്രായേൽസ്. ഇതാ ഒരു യഥാർത്ഥ ഇസ്രായേലിയൻ. എന്താണ്? ഇവൻ ഹീസ് നോട്ട് ഹിപ്പോക്രാറ്റ്, ഇവന് കാപട്യം ഇല്ല. അപ്പം ആധ്യാത്മിക മർമ്മം എന്ന് പറയണത് നമ്മൾ എന്തുമാത്രം നമ്മളുടെ കാപട്യങ്ങളെ, ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയണത് നമ്മളുടെ കാപട്യങ്ങൾ, അതായത് ദൈവ തിരുസന്നിധി. ഞാൻ എന്നോട് ചോദിച്ച ക്ലിൻറ്റനസോട് പറഞ്ഞേ, എന്നുവെച്ചാൽ ഇതിൻ്റെ വരുന്നൊരു വിഷയം, നമ്മൾ ഗ്രേസ് ബിൽട്ട് അപ്പോൺ നേച്ചർ, അത് ഞങ്ങൾ ദൈവശാസ്ത്രത്തിൽ പഠിക്കുന്നതാണ്. കൃപ ഒരു മനുഷ്യൻ്റെ നേച്ചറിലാണ് വർക്കൗട്ട് ചെയ്ത് വളർന്നു വരണത്. ഈ നേച്ചറിനെ നമ്മൾ കൃപ സ്വീകരിക്കാൻ വേണ്ടി പരുവപ്പെടുത്തുന്നതിന് വേണ്ടി കർത്താവ് പ്രോബ്ലംസ് നമുക്ക് തന്നുകൊണ്ടേ ഇരിക്കും. ഗോഡ് ഹിംസെൽഫ് മേ ക്രിയേറ്റ് പ്രോബ്ലം ടു എൻഗ്രേസ് അസ്. അത് നമ്മൾ ഞാൻ ഒത്തിരി പേര് കാണുന്നത്, എന്നിലും കണ്ടിട്ടുള്ള ഒരു സത്യമാണത്. പ്രോബ്ലം തന്നിട്ട് നമുക്കറിയാമല്ലോ, നമുക്ക് ഈ മണിച്ചിത്രത്താഴെന്ന് പറഞ്ഞ് നിങ്ങളൊരു സിനിമ കണ്ടിട്ടില്ലേ? ഞാൻ അതിൻ്റെ മൊത്തം കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ടീസറൊക്കെ ഇതുപോലെ യൂട്യൂബ് എടുക്കുമ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണുന്നതല്ല, ഞാൻ കാണുന്ന ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. വാട്ട് ഇസ് ഹാപ്പനിങ് ദെയർ എന്ന് നോക്കും. ഇപ്പോൾ അവിടെ നോക്കുമ്പോൾ ഒരു ഡയബോളിക് പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയെ കാണിക്കുകയാണ്. ആരാണത്? അത് ഒരു വ്യക്തി, അവരുടെ പേര് ഗംഗ എന്നാണ്. അപ്പം ഗംഗയിൽ തന്നെ വേറൊരു വ്യക്തിയുണ്ട്. ആരാണത്? നാഗവല്ലി. അപ്പം അവിടുത്തെ ആ ഒരു സ്ഥലത്ത് ഈ രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കുന്നു. എന്നിട്ട് അവിടുത്തെ മനഃശാസ്ത്രത്തിൻ്റെ പരിപാടി എന്താ? ഗംഗ തന്നെയാണ് നാഗവല്ലി എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. നാഗവല്ലി ആക്കാതിരിക്കാൻ വേണ്ടി വേറൊരു സ്ത്രീയെ അവിടെ കൊണ്ടുവന്ന് വീട്ടുകാർ ഭ്രാന്തിയായിട്ട് ആപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഗംഗയെ സംരക്ഷിക്കുന്നുണ്ട് അല്ല, അത് നമ്മൾ ഇതിൻ്റെ അത് കാണുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ എന്നിട്ട് ഈ അല്ലിക്ക് ആഭരണമെടുക്കാൻ ഞാൻ കൂടി പോട്ടെ എന്ന് ഈ ഗംഗ ചോദിക്കും. അപ്പോൾ ഈ നകുലം പറയും, നീ പോകണ്ട എന്ന്. ഗംഗ പോകണ്ട എന്ന് പറയും. പിന്നെ പോകാൻ നേരം ആകുമ്പോൾ പിന്നീട് ചോദിക്കും, അപ്പോൾ ഞാൻ രാവിലെ പറഞ്ഞിരുന്നതാണല്ലോ, പോകാമെന്ന് പറഞ്ഞായിരുന്നല്ലോ, ഇപ്പം പിന്നെ എന്താ ഇപ്പം എന്താ ഇങ്ങനെ? ഗംഗ പോകണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ അല്ലിക്ക് ആഭരണമെടുക്കാൻ ഞാൻ പോകണ്ടേ? എന്നെ വിടമാട്ടെ? ഇല്ല, ഗംഗ പോകണ്ട.
വിട്ടമാട്ടേൻ എന്ന് അപ്പോൾ ഇവരുടെ ഭാവങ്ങൾ മാറിയിട്ട് നാഗവല്ലി പുറത്ത് വരും. അപ്പോൾ എന്നിട്ട് ഈ നാഗവല്ലി അവരെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് അവരവരുടെ രീതിയിൽ. ഈ സ്പിരിച്വാലിറ്റിയിൽ ഈ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ ഉള്ളിലല്ല. അതുകൊണ്ടാണ് ഈ നെയ്യാൾ വരുമ്പോൾ ഉടനെ പറയണത് ഇവനിൽ നാഗവല്ലി ഇല്ലെന്ന് പറയും. ആരാണ്? നാദാനിയൽ വരുമ്പോൾ ഇവനിൽ നാഗവല്ലി ഇല്ല, ഇവനിൽ വേറൊരു കഥാപാത്രം ഇല്ല, ഇവൻ മാത്രമേ ഉള്ളൂ. ഇവനെ വർക്ക് ചെയ്യാൻ എളുപ്പമാണ് ദൈവത്തിന്. അസ്പേ മർമ്മം അതാ. പക്ഷേ എന്നിട്ട് പറയും വേറൊരാളുണ്ടായിരുന്നു, അയാൾ എത്ര വലിയ ഉന്നതനാണെന്ന് പറഞ്ഞാലും അയാളുടെ വേറൊരു പേഴ്സണാലിറ്റി ഉണ്ട്, യാക്കോബ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണത്. യാക്കോബ് അയാൾക്ക് 2 പേഴ്സണാലിറ്റി ഉണ്ടെന്ന് പറയും. ഈ 2 പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ ഈ ലൂർദ് തൊട്ട് ഹുറോം വരെ അമ്മ പറഞ്ഞുകൊണ്ടിരുന്നതും ഈശോ പറയാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നതുമെല്ലാം ധ്യാനിപ്പിക്കുമ്പോൾ നിൻ്റെതായാലും മറ്റുള്ളവരായാലും ഈ ഡബിൾ പേഴ്സണാലിറ്റിയെ ട്രീറ്റ് ചെയ്യണമെന്ന് വചനം. അതിനെ അഡ്രസ്സ് ചെയ്യണം. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ഒരു അതർ മാനെ നമ്മൾ കൺഫ്രണ്ട് ചെയ്യേണ്ടി വരും. അപ്പോസ്തലന്മാരിലും ഉണ്ട് ഇതുപോലെയുള്ളൊരു പ്രശ്നങ്ങൾ, അപ്പോസ്തലന്മാരിലും ഉണ്ട്. അപ്പോൾ ഇത് ട്രീറ്റ് ചെയ്യണത് അനുതപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ഇതൊരു ലോങ് ടൈം പ്രോസസ്സാണ്. അല്ലാതെ എവിടെയെങ്കിലും പോയി കുറച്ച് ധ്യാനങ്ങൾ കൂടിയിട്ട് അത് തെറ്റാണ് ഇത് ശരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അനുതാപകം ഉണ്ടാക്കി തൽക്കാലം കുമ്പസാരിച്ചിട്ട് ഒരു അഭിഷേകം മേടിച്ചിട്ട് അവിടുന്ന് പിരിയുക, അങ്ങനെയുള്ള ഒരു മിനിമം പ്രോഗ്രാം ഒന്നും ആധ്യാത്മികതയിലില്ല. യു ക്യാൻ ഡു ഇറ്റ്, വി കനോട്ട് ബട്ട് ഡു ഇറ്റ്. അങ്ങനെ തന്നെ നമ്മൾ പ്രൊസീഡ് ചെയ്യേണ്ടത്. പക്ഷേ അതിൽ തന്നെ പൂർണ്ണമല്ലെന്ന് എപ്പോഴും ഓർക്കണം. കാര്യം എന്താണ്? ആത്മീയ അന്വേഷണം വീണ്ടും തുടരണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കനിവിന്റെ അമ്മേ കാരുണ്യനാഥേ കൃപാസനമാതേ മരിയാമേ വരദാനവാരിദേ ജപമാലരാണി ആവേ 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 മരിയ. കനിവിന്റെ അമ്മേ കാരുണ്യനാഥേ കൃപാസനനാഥേ മരിയാമേ വരദാനവാരിദേ ജപമാലരാണി ആവേ 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 മരിയ. അലിവാർന്ന കൃപയുടെ ഉടമ്പടിയേകി തിരുമുൻപിൽ നിറയാർന്ന ഹൃദയം നുറങ്ങി. അലിവാർന്ന കൃപയുടെ ഉടമ്പടിയേകി തിരുമുൻപിൽ നിറയാർന്ന ഹൃദയം നുറങ്ങി. കരളലിഞ്ഞു കനിവിയൻ മിഴി തുറക്കുനാഥേ ആവേ 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 മരിയ. ആവേ 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 മരിയ. കനിവിന്റെ അമ്മേ കാരുണ്യനാഥേ കൃപാസനനാഥേ മരിയാമേ വരദാനവാരിദേ ജപമാലരാണി ആവേ 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 മരിയ.
അളവില്ലാത്ത സകല നന്മസ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവെ, എളിയവരും നന്ദിയറ്റ പാപികളുമായ ഞങ്ങൾ നിസീമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയന്മേൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു, പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദുഃഖകരമായ ദൈവരഹസ്യങ്ങൾ. ഒന്നാം ദൈവരഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പൂങ്കാവനത്തിൽ വച്ച് പ്രാർത്ഥിക്കുമ്പോൾ രക്തം വിയർത്തു എന്ന് നമുക്ക് ധ്യാനിക്കാം. ഒന്നാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ജോസഫ് അച്ഛനെയും എല്ലാ ശുശ്രൂഷ മേഖലകളെയും ശുശ്രൂഷകരെയും അച്ഛൻ്റെ പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക വഴിനടത്തലുകൾ ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവരഹസ്യം നമുക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ.
അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. രണ്ടാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ പീലാത്തോസിൻ്റെ വീട്ടിൽ വച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. രണ്ടാം ദൈവരഹസ്യം സമർപ്പിക്കുമ്പോൾ കൃപാസനത്തിൽ നാളിതുവരെ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ സഹോദരങ്ങളെയും, ഓൺലൈനായി ഉടമ്പടിയെടുത്തവരെയും, ലൈറ്റ് എ കാൻഡിൽ പ്രയർ റിക്വസ്റ്റിലൂടെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവരെയും
പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രഹസ്യം നമുക്ക് കാഴ്ചയർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. മൂന്നാം ദൈവരഹസ്യം.
നമ്മുടെ കർത്താവ് യേശു മിശിഹായെ യൂതന്മാർ മുൾമുടി ധരിപ്പിച്ചു എന്ന് ധ്യാനിക്കാം. മൂന്നാമത്തെ രഹസ്യം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ സാംസ്കാരിക സാമൂഹ്യ മേഖലകളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ ലോകത്തിന് കൊടുക്കുവാനുള്ള കൃപാസനത്തിൻ്റെ എല്ലാ ഉദ്യമങ്ങളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുകൾ അനുഭവവേദ്യമാകുവാൻ കനിവുണ്ടാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ
ആവേ 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 മരിയ. നാലാം ദൈവരഹസ്യം, നമ്മുടെ കർത്താവ് യേശു മിശിഹ മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം തനിക്ക് അധികം അപമാനവും വ്യാകുലവും ഉണ്ടാകുവാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന്മേൽ ഭാരമുള്ള കുരിശുമരം ചുമത്തപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. നാലാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം സഭയുടെ വിവേചന അധികാരം ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുവാനും ഒരു സമർപ്പിത സമൂഹം ഉയർന്നു വന്നുകൊണ്ട് പരിശുദ്ധ അമ്മ വഴി അനേകായിരങ്ങൾ ഈശോയിലേക്ക് പിന്തിരിയുവാൻ കനിവാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രസം നമുക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ,
എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. അഞ്ചാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ ഗാഗുൽത്താമലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ മാതാവിൻ്റെ മുമ്പാകെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് കുരിശിന്മേൽ തറയ്ക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. ഈ അഞ്ചാം ദിവ്യരഹസ്യം ധ്യാനിക്കുമ്പോൾ മരിയൻ അപ്പാരിഷൻ സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെയും കോസ്റ്റൽ ഫോക്ക് ആർട്ട് അക്കാദമിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെയും പ്രത്യേകിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ നിർമ്മാണ മേഖലകളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുകൾ ഉണ്ടാകുവാനും സമയോചിതമായി പൂർത്തീകരിക്കാനുമുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രഹസ്യം സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ, മഹാത്മാവായ വിശുദ്ധ യോസേപ്പെ, ശ്രീഹന്മാരായ വിശുദ്ധ പത്രോസെ, വിശുദ്ധ പൗലോസെ, വിശുദ്ധ യോഹനാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമായി, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നു. എങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പുണ്യസമ്പൂർണയായ മാതാവേ, ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യക മാതാവേ, സകല ആപത്തുകളിൽ നിന്ന് എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവ്വേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. കർത്താവെ, പൂർണ്ണ മനസ്സോടുകൂടി സാഷ്ടാംഗം വീടുകിടക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിൻ്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും. അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ദേവാലയത്തിൽ വന്ന് ഉടമ്പടി പറയുവാനായിട്ട് എനിക്ക് അവസരം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും സാക്ഷ്യം പറയാമെന്ന എന്നെ അനുവദിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എനിക്ക് ആദ്യമായി കിട്ടിയത് രോഗസൗഖ്യത്തെ പറ്റിയുള്ള സാക്ഷ്യമാണ്. ഞാൻ സൗദിയിൽ നേഴ്സായിട്ടാണ് ജോലി ചെയ്യുന്നത്. 10 വർഷത്തോളമായിട്ട് എൻ്റെ ഇടത് കാലിൻ്റെ മുട്ടിന് നീര് വന്ന് ഫ്ലൂയിഡ് ഇഞ്ചക്ഷൻ ചെയ്തെടുത്ത് കളയേണ്ട അവസ്ഥ പല പ്രാവശ്യമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഡോക്ടേഴ്സിനൊന്നും എന്താണ് അസുഖമെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി അത് പ്രയോഗിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് എൻ്റെ കാലിൻ്റെ വേദന പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ ഞാൻ ഉടമ്പടി എടുത്തപ്പോഴത്തന്നെ നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു. 2024 ഒക്ടോബറിലെ ഉടമ്പടി ജപമാല റാലി ഞാൻ പങ്കെടുത്തു കൊള്ളാമെന്ന്. അങ്ങനെ ആ ദിവസം ഞാൻ പങ്കെടുക്കുകയും എനിക്ക് എൻ്റെ കാലിൻ്റെ മുട്ടിന് പൂർണ്ണ സൗഖ്യം വരികയും ചെയ്തു. ഇപ്പോൾ എനിക്ക് മുട്ടുമടക്കി എനിക്ക് കൊന്ത ചൊല്ലാനും പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. എത്ര നേരം വേണേലും എനിക്ക് മുട്ടുമടക്കി നിൽക്കാം. നേരത്തെ അങ്ങനെയൊന്നും പറ്റത്തില്ലായിരുന്നു. അന്ന് ഉടമ്പടി ജപമാല റാലിക്ക് പോകുമ്പോൾ 6 മണിക്കൂർ നടന്നിട്ടും കാലിനൊരു നീരും വന്നില്ല. ഇതൊക്കെ പരിശുദ്ധ അമ്മ തന്ന അനുഗ്രഹത്തിൻ്റെ ഫലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമത് വന്ന രോഗസൗഖ്യം എനിക്ക് ഈ വർഷം ജൂൺ മാസം 2-ാം തീയതി വൈകിട്ട് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മയുടെ ഫോട്ടോ വലതുവശത്തായിട്ട് ഇങ്ങനെ വലതുവശം മാത്രം മിന്നിക്കൊണ്ട് വരികയും എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. രാത്രി ആയപ്പോഴത്തേക്ക് അമ്മ എൻ്റെ സ്വപ്നത്തിൽ വന്നു. നെക്സ്റ്റ് ഡേ ജൂൺ 3-ാം തീയതി എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് എൻ്റെ മുഖത്തിൻ്റെ വലതുവശം പാരാലിസിസ് ആയി. അത് ഫേഷ്യൽ പാൾസി എന്ന് പറയും. ഡോക്ടേഴ്സിനെ പോയി കണ്ടു, സ്കാൻ ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു 3 മാസം എടുക്കും ഇത് റിക്കവർ ആകാനായിട്ട്. പക്ഷേ ചെറിയ കാര്യങ്ങൾക്ക് പോലും എനിക്ക് ടെൻഷനാകുന്ന ഞാൻ പരിശുദ്ധ അമ്മയെ വിശ്വസിച്ച് അമ്മയെ കൂട്ടുപിടിച്ച് അതെനിക്കൊരു ടെൻഷനേ തോന്നിയില്ല. പിന്നെ ഇവിടെ വന്ന അച്ഛനെ കണ്ട് സൈത്ത് പൂശി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞ് ട്രീറ്റ്മെൻറ്റും ചെയ്ത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 3 മാസമെന്ന് പറഞ്ഞ ആ അസുഖം എനിക്ക് 3 ആഴ്ച കൊണ്ടാണ് രോഗസൗഖ്യം തന്നത്, അമ്മ അനുഗ്രഹിച്ചത്. അന്നും ഞാൻ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിച്ചിരുന്നത്, ഈ രോഗസൗഖ്യത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഉടമ്പടി തൈലം പൂശി ഉടമ്പടി തൈലം അപ്ലൈ ചെയ്ത് വിശ്വാസ പ്രമാണം ചൊല്ലുക മാത്രമാണ് ഞാൻ ചെയ്തത്.
വിശ്വാസത്തോടു കൂടി അത് ചെയ്തപ്പോൾ എനിക്ക് രോഗസൗഖ്യം വന്നു. അതിൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. ഇനി മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുമ്പോൾ എൻ്റെ ജോലിയെ പറ്റിയിട്ടാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യവും. ഞാൻ അയർലൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് OET എക്സാം എഴുതുന്നത് 2024 ഓഗസ്റ്റിലാണ്. ആ സമയത്ത് ഉടമ്പടിയുടെ എടുത്തപ്പോഴത്തേക്ക് എനിക്ക് വലിയ സ്കോറൊന്നും കിട്ടുന്നില്ല. ജസ്റ്റ് എനിക്ക് ഒരു അയർലൻഡ് സ്കോർ കിട്ടിയാൽ മാത്രം മതിയെന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. പക്ഷേ അമ്മ എനിക്ക് 4 മൊഡ്യൂളിനും 400 എബോവ് സ്കോർ തന്ന് എന്നെ അനുഗ്രഹിച്ചു. അതിലൊരു സ്കോർ എനിക്ക് 400 A സ്കോറായിരുന്നു OETക്ക്. പിന്നെ അമ്മ തന്ന അനുഗ്രഹം ഈ അയർലൻഡിലെ ഇൻ്റർവ്യൂവിന് ഈ മാസം മെയ് മാസം 2024 ആദ്യത്തെ ഇൻ്റർവ്യൂ അയർലൻഡിൽ അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷേ അതൊരു ഹോം കെയർ ആയിപ്പോയി. അത് എനിക്ക് കിട്ടിയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം വെച്ചാൽ അതല്ല ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. അമ്മയോട് അഭിപ്രായം ചോദിച്ചപ്പോൾ അമ്മ രാത്രിയിൽ ദർശനത്തിൽ വന്നിട്ട് കാണിച്ചെന്ന് ജോസഫ് അച്ഛനെയാണ്. നെക്സ്റ്റ് ഡേ ഞാനിവിടെ വന്ന അച്ഛനെ കണ്ട് അനുഗ്രഹം വാങ്ങിച്ചു. അപ്പോൾ അച്ഛൻ ആദ്യം വന്നിട്ടൊരു കാശ് രൂപം എൻ്റെ കയ്യിൽ തന്ന് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും പോയിട്ടൊരു കാശ് രൂപം കൊണ്ടു തന്നിട്ട് എന്നോട് പറഞ്ഞു, നിനക്ക് 1 വിസയല്ല 2 വിസയാണ് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഏപ്രിൽ 25-ാം തീയതി എനിക്ക് കുവൈറ്റിൻ്റെ കോൾ വന്ന എമോയിച്ചിൻ്റെ. അങ്ങനെ കുവൈറ്റ് എമോയിച്ചിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അത് എനിക്ക് സെലക്ഷനായി. പിന്നെ വന്ന ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് CHI എന്ന് പറയുന്ന അയർലൻഡിലെ തന്നെ ഏറ്റവും വലിയ ചിൽഡ്രൻസ് ഹോസ്പിറ്റലിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ്. ആ ഇൻ്റർവ്യൂ ആണ് ഞാൻ ചൂസ് ചെയ്തത്. ആ ഇൻ്റർവ്യൂ പാസ്സാകുന്നതിന് വേണ്ട സമയത്തേക്ക് എനിക്ക് ഭയങ്കര ചുമയും ശാരീരിക അസ്വസ്ഥതകളും കാരണം എനിക്ക് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. കാരണം എനിക്ക് അലർജിയുടെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഞാൻ ചെയ്തത്, എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അമ്മ മാതാവ് മാത്രമേ എൻ്റെ കൂടെ ഉള്ളൂ. അമ്മ സഹായിക്കാതെ എനിക്ക് ഈ ഇൻ്റർവ്യൂ ഒട്ടും അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അത്രയും ടഫുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. അതുകൊണ്ട് ഞാൻ ചെയ്തത്, അമ്മയുടെ ഉടമ്പടി നിറച്ച വസ്തുക്കളായ തൈലം പൂശി ഉപ്പ് സേവിച്ച്, വെള്ളത്തിൽ കലക്കി ഉപ്പ് സേവിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി 2 വശത്തെ എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ദിവസം ഞാൻ പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് വെച്ച് അമ്മ മാതാവിനെയും കൂട്ടുപിടിച്ചാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. 30 മിനിറ്റ് ഉണ്ടായിരുന്ന ഇൻ്റർവ്യൂ. 1 നിമിഷം പോലും ചുമ എനിക്ക് വന്നതേ ഇല്ല. ആ 30 മിനിറ്റത്തെ ഇൻ്റർവ്യൂ എനിക്ക് പാസ്സാകാനും, അങ്ങനെ 25 പേരുണ്ടായിരുന്ന ഇൻ്റർവ്യൂവിൽ 3 പേരാണ് ആകെ സെലക്ട് ആയത്. അതിലൊരാളായിട്ട് എനിക്ക് സെലക്ഷൻ കിട്ടുകയും ചെയ്തു. പിന്നെ അടുത്തത് വന്ന എൻ്റെ ഒരു കടമ്പ എന്ന് വെച്ചാൽ, ഞാൻ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവിടുത്തെ സർവീസ് ഫോം എനിക്ക് അവർ തരത്തില്ല എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു സൗദി എംബസിയുമായിട്ട് അയർലൻഡ് എംബസി കോൺടാക്റ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് ഈ പേപ്പർ അവർ തരുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ടെൻഷനൊന്നും തോന്നിയില്ല. കാരണം അമ്മ കൂടെ ഉണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാ പേടിക്കുന്നത്. അങ്ങനെ അമ്മയോട് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അയർലൻഡ് ഒഫീഷ്യൽസിൽ നിന്ന് എനിക്ക് മെയിൽ വന്നു, നിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മാത്രം മതി, വേറെ ഒരു പേപ്പേഴ്സും വേണ്ട എന്ന്. പിന്നെ അടുത്ത ഒരു കടമ്പ വന്നത്, എൻ്റെ കോൺട്രാക്ട് ലെറ്റർ ഓഗസ്റ്റ് ആയിട്ട്, മെയ് അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂ കോൺട്രാക്ട് ലെറ്റർ വന്നില്ല ഓഗസ്റ്റ് ആയിട്ടും. പിന്നെ ഓഗസ്റ്റ് 10-ാം തീയതി ഇവിടെ വന്ന് വീണ്ടും എൻ്റെ ഉടമ്പടി പുതുക്കേണ്ട സമയമാണ്. ഉടമ്പടി പുതുക്കി ഞാൻ അച്ഛനെ കണ്ടു. അപ്പോൾ അച്ഛൻ പറഞ്ഞത്, അച്ഛൻ എൻ്റെ പേപ്പർ കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്നിട്ട് എൻ്റെ തലയിൽ കൈവച്ചിട്ട് തംസ് ഇങ്ങനെ പൊക്കിയിട്ട് ഒന്നും പേടിക്കണ്ട എന്നുള്ള മട്ടിൽ കണ്ണടച്ച് കാണിച്ചു. പക്ഷേ അച്ഛൻ്റെ മുഖത്ത് നോക്കി എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റും. അച്ഛൻ്റെ തലയുടെ ചുറ്റിലൊരു ഹോളോ, തൊട്ട് പുറകിലായിട്ട് അച്ഛൻ്റെ അടുത്ത് പരിശുദ്ധ അമ്മ. അപ്പോൾ എനിക്ക് ഉറപ്പായി എനിക്ക് എന്തായാലും എൻ്റെ കോൺട്രാക്ട് ലെറ്റർ വേഗം തന്നെ വരും, എനിക്കെല്ലാം എൻ്റെ ശരിയാവുമെന്ന്. വീട്ടിൽ പോയി ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി എൻ്റെ പ്രാർത്ഥനകളെല്ലാം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് ഓഗസ്റ്റ് 12-ാം തീയതി അച്ഛൻ്റെ പ്രാർത്ഥനയുടെ സമയം, ഉടമ്പടി ധ്യാനത്തിൻ്റെ സമയത്ത് അച്ഛൻ പറഞ്ഞൊരു വാക്ക് എൻ്റെ മനസ്സിൽ തട്ടിയത് എന്താണെന്ന് വെച്ചാൽ, അതിൽ അച്ഛൻ ഇങ്ങനെയാണ് പറയുന്നത്, മാലാഖ കൈവിരിച്ച് അനുഗ്രഹിക്കുന്നു, 44 എന്ന സംഖ്യ കാണിക്കുന്നു എന്ന് പറഞ്ഞു. ഞാനത് അപ്പോൾ എനിക്കുള്ളതാണ് എന്നുള്ള ഉറപ്പിച്ച് ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ ബൈബിൾ ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ വചനം ഹഗ്ഗായി 18 മുതൽ 23 വരെയാണ്. അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്, എനിക്ക് കാണാതറിയത്തില്ല, ഞാൻ ഹിന്ദു ആണ്, അതുകൊണ്ട് ഞാൻ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്,
ആകയാൽ ഇന്നു മുതൽ 9-ാം മാസം 24-ാം ദിവസം മുതൽ കർത്താവിൻ്റെ ആലയത്തിന് കല്ലിട്ട ദിവസം മുതൽ എങ്ങനെ ആയിരിക്കുമെന്ന് ശ്രദ്ധിക്കുവിൻ. വിത്ത് ഇനിയും കളപ്പുരയിൽ തന്നെയാണോ? മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളനാരകവും ഒലിവും ഇനിയും ഫലം നൽകുന്നില്ലേ? ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ആ വചനം കണ്ടപ്പോൾ ഞാൻ ബൈബിൾ ഞാൻ കംപ്ലീറ്റ് വായിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും ആദ്യമായിട്ടാണ് ഞാൻ ആ വചനം കാണുന്നത്. ഞാനപ്പോൾ ഉറപ്പിച്ചു എനിക്ക് എന്തായാലും സെപ്റ്റംബർ 24-ാം തീയതി അമ്മ എൻ്റെ വിസ എനിക്ക് തരുമെന്നുള്ള ഞാൻ ഉറപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഉടമ്പടി നേർച്ച വസ്തുക്കൾ തന്നെയാണ് എന്നെ എപ്പോഴും സഹായിച്ചുകൊണ്ടിരുന്നത്. ടെൻഷനൊന്നും ഇല്ലാതെ മുമ്പോട്ടേക്ക് പോയി. അങ്ങനെ സെപ്റ്റംബർ 15-ാം തീയതി എനിക്ക് VFSന് അപ്ലൈ ചെയ്യാനായിട്ട് മെയിൽ വന്നു. സെപ്റ്റംബർ 24-ാം തീയതി ഞാൻ മെയിൽ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും അമ്മ പറഞ്ഞ ദിവസം ഞാൻ മെയിൽ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും എൻ്റെ വിസ സ്റ്റാമ്പ് കഴിഞ്ഞു. അത് ഡൽഹി എംബസിയിലേക്ക് വന്നിട്ടുണ്ടെന്ന് കണ്ടു. ഇന്ന് എനിക്കെൻ്റെ വിസ കിട്ടി. ഞാൻ നെക്സ്റ്റ് മന്ത് അയർലൻഡിലേക്ക് പോവുകയാണ്. പരിശുദ്ധ അമ്മ തന്ന ഈ അനുഗ്രഹങ്ങൾക്ക് 1000 നന്ദി ഞാൻ പറയുന്നു. അതോടൊപ്പം എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എന്തെന്ന് വെച്ചാൽ ഞാനിവിടുന്ന് ഉടമ്പടി പത്രം വാങ്ങിച്ചിട്ട് എൻ്റെ വീട് ഇവിടെ അടുത്താണ്. പക്ഷെ ഞാൻ കൊല്ലത്തും പുനലൂരും ഒക്കെ പോയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ തമിഴ് പത്രമൊക്കെ വാങ്ങിച്ചിട്ട് പുനലൂർ ഏരിയയിലൊക്കെ കുറേ തമിഴ് ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് മലയാളം അറിയത്തില്ലാത്തതുകൊണ്ട് തമിഴ് പത്രമാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ എനിക്ക് വന്നതില്ല, ചിലരെന്നെ വഴക്ക് പറയും. പക്ഷേ അപ്പോഴും ഞാൻ മനസ്സിൽ സന്തോഷിക്കും. കാരണം അച്ഛൻ പറഞ്ഞിട്ടുള്ളല്ലോ നമ്മുടെ സ്റ്റാറ്റസ് ഡൗൺ ചെയ്താൽ മാത്രമേ നമ്മൾക്ക് അതുകൊണ്ട് കാര്യമുള്ളൂ എന്ന്. അപ്പോൾ എനിക്കത് വിഷമില്ല. നേരത്തെ ഒരാൾ എന്നോട് ദേഷ്യപ്പെട്ടാൽ ഞാൻ 10 തിരിച്ചു പറയുന്ന ഒരാളായിരുന്നു. പക്ഷേ അമ്മ ഉടമ്പടി എടുത്തത് മൂലം എനിക്ക് ഒരുപാട് മാറ്റം എന്ന് പറയുന്നത് എൻ്റെ സ്വഭാവത്തിൻ്റെ മാറ്റം തന്നെയാണ്. കാരണം എനിക്ക് ആരോടും ഇപ്പോൾ ദേഷ്യപ്പെടാനായിട്ട് തോന്നത്തില്ല. എത്ര എന്നെ ഇറിറ്റേറ്റ് ചെയ്താലും ഞാനപ്പോൾ മനസ്സിൽ വിശ്വാസ പ്രമാണം ചൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മിണ്ടാതിരിക്കും. അതാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ കാരുണ്യ പ്രവൃത്തികളെന്ന് വെച്ചാൽ ഞാൻ മാസത്തിലൊരു തുക കയ്യിൽ കരുതും. എന്നിട്ട് അത് ആർക്കാണോ ആവശ്യമുള്ളത് അവർക്ക് അതിൻ്റെ ആവശ്യമുള്ളവർക്ക് ഞാനത് കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ സൗദിയിലായിരുന്ന സമയം അവിടെ ഒരു മോളുണ്ട്. അത് ഹൈഡ്രോസെഫാലസ് എന്നൊരു അസുഖം വന്നിട്ട് അതിന് വയ്യാതായ കുട്ടിയാണ്. എൻ്റെ അച്ഛനും അമ്മയൊന്നും അതിനെ നോക്കാറില്ല. അപ്പോൾ ഞാൻ ആ മോൾക്ക് 1 വയസ്സ് തൊട്ടിട്ട് 4 വയസ്സ് വരെ ഞാൻ അതിൻ്റെ എല്ലാ ബർത്ത്ഡേക്കും അതിന് ഡ്രസ്സ് എടുത്ത് കൊടുക്കുകയും പിന്നെ ഇടക ദിവസങ്ങളിൽ എനിക്ക് എപ്പോഴൊക്കെ സാലറി ഹൈക്കൊക്കെ വരുമ്പോഴത്തേക്കും ഞാനതിന് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുകയും അതിനെ കുളിപ്പിക്കുകയും അങ്ങനെയുള്ള ഒരുപാട് കാരുണ്യപ്രവർത്തനങ്ങൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ജപമാല ചൊല്ലുമ്പോൾ എനിക്ക് വേണ്ടി ഞാൻ ജപമാല ചൊല്ലാറില്ല. ആ ഓരോ മണിയിലും ഞാൻ ആരൊക്കെ എന്നോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നോ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ജപമാല ചൊല്ലാറുള്ളത്. അതുകൊണ്ട് ചില ദിവസങ്ങളിലൊക്കെ ജപമാല ചൊല്ലുമ്പോൾ 4-5 പ്രാവശ്യം വരെയൊക്കെ ജപമാല ചൊല്ലും. ആദ്യമൊക്കെ ചൊല്ലുമ്പോൾ എനിക്ക് മടുപ്പായിരുന്നു. ആ സമയത്ത് ഞാൻ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചിട്ടാണ് ഞാൻ ജപമാല ചൊല്ലുന്നത്. ഇപ്പം ജപമാല ചൊല്ലുന്ന ഒരു ഹരമാണ്. ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. പിന്നെ ഈ ഉടമ്പടി എന്താണെന്നോ പരിശുദ്ധ അമ്മ ആരാണെന്നോ ഒന്നും അറിയാത്ത എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കാനും അവരിപ്പോൾ ഒരു പ്രാവശ്യം ഉടമ്പടി വന്ന് പുതുക്കാനും അവർക്ക് പറ്റിയിട്ടുണ്ട്. അവരും അടുത്ത് തന്നെ വന്ന് സാക്ഷ്യം പറയുന്നതായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. സങ്കീർത്തനം 107:20 അവിടുന്ന് തൻ്റെ വചനമയച്ചവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടിവിച്ചു. യേശുവിൽ പ്രിയമുള്ളവരെ, സ്വപ്ന ആലപ്പുഴയുടെ സാക്ഷ്യം അവർക്ക് കിട്ടിയത് ആദ്യം രോഗസൗഖ്യങ്ങളാണ്. അതിനുശേഷം അയർലൻഡിലേക്കുള്ള പ്രോസസ്സിങ്, വിസയുടെ ഇൻ്റർവ്യൂകൾ, അതിനുശേഷം കാരുണ്യപ്രവൃത്തിയും പ്രേക്ഷിത പ്രവർത്തനവും, ജപമാലയിലുള്ള ഭക്തി, യൂട്യൂബിലുള്ള ആരാധനയിലുള്ള അടയാളങ്ങളും അച്ഛൻ്റെ പ്രസംഗത്തിലൂടെ കിട്ടിയ മെസ്സേജുകളും, ഈ കാര്യങ്ങളാണ് ഈ സ്വപ്നയ്ക്ക് കിട്ടിയത്. 10 വർഷക്കാലമായിട്ട് മുട്ടുവേദന കൊണ്ട് ഒട്ടും എണീറ്റ് നടക്കാൻ വയ്യാത്ത മോളോൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും വിശ്വാസപ്രമാണം ചൊല്ലി മുട്ടിൽ പെരട്ടിയതിൻ്റെ ഫലമായി ഉടമ്പടി അവർക്ക് ജപമാല റാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാൻ സാധിച്ചു. അങ്ങനെ ജപമാല റാലിയിലൂടെ മുട്ടിലുള്ള അസുഖം മാറിക്കിട്ടി. അതിനുശേഷം
മുഖത്തിൻ്റെ ഒരു ഭാഗം ഒരു വശത്തേക്ക് കോടിപ്പോയിരുന്നു. അതിനും നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും തേനും കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശിടുമായിരുന്നു. ഈ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉടമ്പടി ജീവിതത്തിലുള്ളവർക്ക് ഇത് വലിയൊരു അത്ഭുതവും അനുഗ്രഹവുമാണ് അമ്മ കൊടുക്കുന്നത്. അച്ഛൻ ദിവ്യബലി കഴിഞ്ഞ ഉടനെ വെഞ്ചരിച്ച് തരുന്നതാണിതെല്ലാം. അച്ഛൻ്റെ കൈവെപ്പ് ബ്ലസ്സിങ് ഉള്ള സാധന നേർച്ച വസ്തുക്കൾ ഇതെല്ലാം ഉപയോഗിച്ചപ്പോൾ അമ്മ അവർക്ക് ഉടനടി പരിഹാരം കൊടുക്കുകയാണ്. അതിനുശേഷം വിദേശത്തേക്കുള്ള യാത്രയിൽ അവർക്ക് പ്രോസസ്സിങ് വളരെയധികം പ്രയാസമായിരുന്നു. അവിടെ പോകാൻ എത്തുന്നതിന് മുൻപ് അവരൊരുപാട് കടമ്പകൾ കടക്കേണ്ടി വന്നു. അവിടെയെല്ലാം പരിശുദ്ധമ്മയാണ് ഇവരെ സഹായിച്ചതെന്നാണ് ഇവർ പറയുന്നത്. യൂട്യൂബിൽ ആരാധന കൂടിയപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞു, മാലാഖമാരും 44 നമ്പറും കാണിക്കുന്നുണ്ട്. സ്വപ്ന പറയുന്നത് സ്വപ്നയുടെ സമയം ആയിരുന്നു 44, വിജയത്തിൻ്റെ സമയമായിരുന്നു 44. ആ മോൾ എവിടെയെല്ലാം പോകുന്നു അവിടെയെല്ലാം ഉടമ്പടി കാശുരൂപം കയ്യിൽ പിടിച്ചുകൊണ്ട് അമ്മയോട് പറയും, ഞാൻ പോകുന്ന മേഖലയിലെല്ലാം അമ്മ എൻ്റെ കൂടെ ഉണ്ടാകണമേ. അങ്ങനെ അമ്മ കൂടെ നടന്നുകൊണ്ട് അവരെ വിജയകരമായി അവരെ വിദേശത്തേക്ക് എത്തിക്കുകയാണ്. പല ദിവസങ്ങളിൽ വിസ പ്രോസസ്സിങ് നടക്കുന്ന സമയത്തെല്ലാം അവരൊത്തിരിയേറെ വേദനിച്ചു, വിഷമിച്ച വിഷമഘട്ടങ്ങളിലെല്ലാം അമ്മ സാന്ത്വനമായി ധൈര്യമായി ആ മോൾക്കൊരു പ്രയാസവുമില്ലാതെ ധൈര്യത്തോടുകൂടി അവിടെ മുന്നേറുവാൻ സാധിച്ചെന്നാണ് പറയുന്നത്. അതിനുശേഷം അവർ വചനമെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഹഗായി 2:18 അവർക്ക് കിട്ടി. വിത്തിനിയും കളപ്പുരയിൽ തന്നെയാണോ? പരിശുദ്ധമ്മ അവരെ അനുഗ്രഹിക്കുന്നുണ്ടെന്നുള്ള വലിയ അടയാളമാണ് ഈ ഹഗായി 2:18 അവർക്ക് കിട്ടിയത്. അതുകൊണ്ട് അവർ സന്തോഷിക്കുകയാണ്. വചനം വായിക്കാൻ മടിയില്ലാതെ വചനത്തിൽ ജീവിക്കുമ്പോൾ അമ്മ അവിടെ ചെന്ന് അവരുടെ കാര്യങ്ങൾ ഉടനടി പരിഹരിച്ചു കൊടുക്കുകയാണ്. ഇതാണ് ഉടമ്പടി ജീവിതം. ഉടമ്പടി ജീവിതത്തിൽ അമ്മയോടൊപ്പം നിന്നാൽ തൻ്റെ ഭക്തരുടെ മേൽ അനുഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു. അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. ഇതാണ് പരിശുദ്ധമ്മ ഉടമ്പടി ജീവിതത്തിലൂടെ അവർക്ക് നൽകുന്നത്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോട് വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. കർത്താവ് കൈവിടത്തില്ല ആരെയും. തൻ്റെ അമ്മയോട് ചോദിക്കുന്നതെല്ലാം നിങ്ങൾ 6 കൽഭരണി നിറച്ച് അമ്മയുടെ കയ്യിൽ കൊടുക്കുന്ന പച്ചവെള്ളം അമ്മ പുതിയ വീഞ്ഞാക്കി നിങ്ങൾക്ക് തിരിച്ചു തരും. അത് അമ്മയ്ക്ക് നിങ്ങളോടുള്ള സ്നേഹമാണ്. ഉടമ്പടിയിൽ വിശ്വാസവും വിശ്വസ്തതയും സമർപ്പണവും സത്യസന്ധതയിൽ നിന്നാൽ അമ്മ തൻ്റെ പുത്രനിൽ നിന്ന് ശക്തനായവനിൽ നിന്ന് വൻ കാര്യം ചെയ്തു തന്ന് നമ്മളെ അനുഗ്രഹിക്കുമെന്ന് ഈ സ്വപ്ന നമ്മളോട് പറയുകയാണ്. അമ്മ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്നാണ് അവർ വിസ കാണിക്കുന്നത്. അതിന് ശേഷമേ മറ്റുള്ളവരെ അറിയിക്കുകയുള്ളെന്ന്. അത്രയും വിശ്വാസത്തോടു കൂടിയാണ് ഈ മോള് ഈ സ്വപ്ന ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. ഞാൻ വിളിച്ചപേക്ഷിക്കുന്ന നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. അവിടുന്ന് എൻ്റെ ആത്മാവിനെ ധൈര്യം പകർന്നു, എന്നെ ശക്തിപ്പെടുത്തി. ഇങ്ങനെ പരിശുദ്ധ അമ്മ വഴി ഈശോ ഇവർക്ക് നൽകിയ വൻ കൃപകൾക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം.